നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു വാദഗതിയാണ് ഇംഗ്ലീഷ് മെഡിസിനിൽ കെമിക്കൽസാണ്. കെമിക്കലുകൾ കൊണ്ട് ഒരുപാട് ദോഷഫലങ്ങളുണ്ടാകും. ആയുർവേദത്തിലും ഹോമിയോയിലും മറ്റ് ചില ചികിത്സാ സമ്പ്രദായങ്ങളിലൊന്നും കെമിക്കലുകളല്ല, അവയെല്ലാം നാച്ചുറലി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്, ചെറിയ അളവിലാണ്. അതുകൊണ്ട് ദോഷഫലങ്ങളില്ല, പാർശ്വഫലങ്ങളില്ല എന്നുള്ളത്. ഈ ഓർഗാനിക് എന്ന് പറയുന്ന അതുപോലെ ആഹാര സാധനങ്ങളിൽ ഓർഗാനിക് എന്നൊരു സീല് പതിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് വില ഇരട്ടിക്കും. അതിന് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അത് കഴിക്കാൻ ഉള്ള താല്പര്യം ആളുകളുടെ ഇരട്ടിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഓർഗാനിക് എന്ന് പറയുന്നതൊന്നും മോശമല്ല. പക്ഷേ ഓർഗാനിക് എന്ന് പറയുന്നതിനൊന്നും മാന്ത്രികമായ ശക്തികളൊന്നുമില്ല. എല്ലാത്തിലും ഒരു ചെടി നമുക്ക് നല്ലവണ്ണം വളരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫെർട്ടിലൈസർ ആയാലും ഏത് കീടനാശിനി ആയാലും, അത് നാച്ചുറൽ എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു കീടനാശിനി ആയാൽ പോലും അവയെല്ലാം തന്നെ ഒരു കെമിക്കൽ വഴി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്തിനു പറയുന്നു? നമ്മൾ എടുക്കുന്ന സാധാരണ വെള്ളം പോലും H2O എന്ന കെമിക്കൽ കമ്പോസിഷൻ ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അതും പിന്നെ നമ്മൾ കൃത്യമായി നിർവചിക്കുകയാണെങ്കിൽ അതുപോലും കെമിക്കലാണ്. അപ്പോൾ ഈ കെമിക്കൽ എന്നുള്ള വാക്കിനോട് ഒരു ഭയങ്കരമായ പേടിയും ഭയവും അകൽച്ചയും വെക്കേണ്ട കാര്യമില്ല. എന്തൊരു നാച്ചുറൽ ചെടികളുടെ സത്തുകളായാലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും അതെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു കെമിക്കൽ വഴി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓർഗാനിക് ആയതുകൊണ്ട് എല്ലാം നല്ലതാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്ന് വെച്ച് അമിതമായ കീടനാശിനികളുടെ ഉപയോഗത്തിൽ നിന്ന് മനുഷ്യരാശിക്ക് ഉണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച് സംശയമില്ല, അത് പാടില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഓർഗാനിക് എന്ന എഴുതിയിരിക്കുന്ന പാക്കറ്റുകൾ ഇരട്ടി വില കൊടുത്ത് നമ്മൾ മേടിക്കുന്നതിൽ യാതൊരു കഥയുമില്ല. രണ്ടാമത്തെ കാര്യം, മരുന്നുകൾ. ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ കൃത്യമായ പാർശ്വഫലങ്ങൾ നമ്മൾ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയ പരിശോധനകളുടെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ ബോക്സിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രമേഹത്തിൻ്റെ മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ പ്രമേഹം കുറഞ്ഞ് രക്തത്തിലെ ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പാർശ്വഫലം. അതുപോലെ തന്നെ ഭാരം ചിലപ്പോൾ കൂടുക എന്നുള്ളതാണ് രണ്ട് പ്രധാന പാർശ്വഫലങ്ങൾ. അല്ലാതെ കിഡ്നി കേടാക്കുകയും കരൾ കേടാക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അത് പ്രമേഹം മൂലമുണ്ടാകുന്ന കേടുപാടുകളാണ്, അത് മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന കേടുപാടുകളല്ല. അതുപോലെ തന്നെ നമ്മൾ കാണാറുണ്ട്, ഇപ്പം കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി കരിവേപ്പില, കുറേ അധികം കരിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും അതും ഇതും ഒക്കെ കഴിച്ചിട്ട് ആൾക്കാർ വരാറുണ്ട്. കൊളസ്ട്രോൾ അവിടെ തന്നെ നിൽക്കും. ഇതെല്ലാം കഴിച്ചിട്ടുള്ള അസിഡിറ്റിയും മറ്റു പ്രശ്നങ്ങളും എല്ലാം അതും കൊണ്ടായിരിക്കും അടുത്ത തവണ നമ്മുടെ അടുത്ത് വരിക. അതുപോലെ തന്നെ ഇരുമ്പമ്പുളി എന്തോ ഒരു ദിവ്യ ഔഷധമാണ്, അതിൽ എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് അത് കലക്കി കുടിച്ച് അതിൽ നിന്നുള്ള ഓക്സാലിക് ആസിഡ് മൂലം വൃക്കപരാജയം വരെ സംഭവിച്ചു വരുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ചെടികളുടെയോ അല്ലെങ്കിൽ പിന്നെ ഇലകളോ അല്ലെങ്കിൽ കായ്കളോ ഒക്കെ ഉപയോഗിക്കുന്നെങ്കിൽ എല്ലാത്തിലും മിതത്വം പാലിക്കുക. എല്ലാത്തിനും ഗുണഫലങ്ങൾ ഉണ്ടെങ്കിലും അത് ശാസ്ത്രീയമായിട്ട് പഠനവിധേയമായിട്ടില്ല, പലതും നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ച് ഒരു രോഗത്തിന് ചികിത്സയായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കരിവേപ്പില നല്ലതാണ്, മിതമായ തോതിൽ നമുക്ക് കറികളിൽ ഉപയോഗിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതാണ്, അത് നമുക്ക് ഉപയോഗിക്കാം. ടേർമറിക് എന്ന് പറയുന്ന മഞ്ഞൾ ഉപയോഗിക്കാം, ഉലുവ ഉപയോഗിക്കാം. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ എല്ലാം മിതമായ തോതിൽ എങ്ങനെയാണോ നമ്മൾ സാധാരണ പാചകത്തിൽ ഉപയോഗിക്കേണ്ട അത്തരത്തിൽ ഉപയോഗിക്കുക. അതിനൊരു മാജിക്കലായിട്ടുള്ള പവർ അല്ലെങ്കിൽ മാന്ത്രിക ശക്തിയുണ്ട് അല്ലെങ്കിൽ മെഡിസിനൽ പവറുണ്ട് എന്ന് ധരിച്ച് ഒരു രോഗചികിത്സയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കാൻ എന്നത് ഒരു അത്ര ശാസ്ത്രബോധത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ആയുർവേദമായാലും ഹോമിയോ ആയാലും ഒക്കെ ആത്യന്തികമായിട്ട് അത് ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കെമിക്കൽ വഴി തന്നെയാണ്. അതുകൊണ്ട് ആ സ്ട്രീംസിനോടൊക്കെ വളരെ ബഹുമാനമുള്ള ഒരാളാണ്. അത് താല്പര്യപ്പെടുന്ന ആളുകളോട് അത് നമുക്ക് തുടർന്നു പോകാൻ തന്നെയാണ് ഞാൻ പറയാറ്. പക്ഷേ ഇംഗ്ലീഷ് മെഡിസിൻസിൽ കെമിക്കലുണ്ട്, മറ്റതിൽ കെമിക്കൽ ഇല്ല എന്നുള്ള ഒരു വാദഗതി വളരെ ശാസ്ത്രബോധത്തിന്
ഒട്ടും നിരക്കാത്ത ഒന്നാണ്. എല്ലാം തന്നെ ആത്യന്തികമായിട്ട് ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അതൊരു കെമിക്കൽ വഴി തന്നെ ആയിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതും കെമിക്കലുകൾ തന്നെയാണ് ക്രമീകരിക്കുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി പടുത്തുയർത്താൻ, അല്ലെ നമ്മുടെ ദഹനേന്ദ്രിയത്തിൽ ഉണ്ടാകുന്ന ജ്യൂസസ്, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില ഹോർമോണുകൾ, ഇവയെല്ലാം കെമിക്കൽസാണ്. ഇവയെല്ലാം ഇല്ലാതെ ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സാധ്യമല്ല. അപ്പം കുറച്ച് കാര്യങ്ങൾ വളരെ പ്യോറും ഓർഗാനിക്കും നല്ലതും നോൺ കെമിക്കലുമാണ്, ചിലതെല്ലാം കെമിക്കൽ മാത്രമാണ് എന്നുള്ള ശാസ്ത്രബോധത്തിന് നിരക്കാത്ത ഒരു അവകാശവാദത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ശാസ്ത്രബോധത്തിൽ ഊന്നിയ ചികിത്സകൾക്ക് മാത്രം പോവുക. നമ്മൾ ഇരുമ്പമ്പുളി ഒരുപാട് കഴിച്ച്, ചില ഹെവി മെറ്റൽസ് ഉൾപ്പെടുന്ന മരുന്നുകൾ ഒരുപാട് കഴിച്ച് ഒക്കെ വൃക്കപരാജയമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടുള്ള അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഇത്തരത്തിൽ ഒരു ശാസ്ത്രീയ പഠനത്തിന് വിധേയമാകാത്ത ചികിത്സകൾക്കൊന്നും വഴങ്ങിക്കൊടുക്കുക. പ്രബുദ്ധനായ മലയാളി ഇത് ചെയ്യുന്ന കാണുമ്പോൾ ചിലപ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ സംവാദം തുറന്നു വയ്ക്കുന്നത്.